ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇത് ഇന്ന് വരേണ്ട വീഡിയോ ഒന്നല്ല, ഇത് എന്നോ വരേണ്ട വീഡിയോ. നമ്മൾ വിഷുവിന് ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ വീഡിയോൻ്റെ അതെന്താന്ന് അത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ സാഹചര്യങ്ങളുടെ ഉന്മൂലം കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഈ സാഹചര്യങ്ങളുടെ ഉന്മൂലം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോൻ്റെ ബാക്കിയുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഐഫോൺ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ സ്റ്റോറേജ്. ഞാനും ആ പ്രശ്നം നേരിട്ട് എൻ്റെ 2 ഫോണും സ്റ്റോറേജ് ഫുള്ള്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ സഹായിക്കണ്ടേ, അതിന് വേണ്ടി പറ്റിയില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നാമത് ഞാൻ മടിയാൻ, പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകെ ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ പണ്ടത്തെ പോലത്തെ മടി എനിക്കില്ല സത്യം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഈ വീഡിയോ ഫുള്ളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളൊന്നുമില്ല. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ചിലപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടുണ്ട്. കാരണം ലെങ്ത് ആയിട്ട് കഴിഞ്ഞാൽ ഷോകാവും. നമുക്ക് 2 പാർട്ടായിട്ട് ഇടാം. ഓക്കെ ഗൈസ്, നമ്മളെ വിഷു സ്പെഷ്യൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും മസനഗുടി വഴി ഊട്ടിക്കല്ല പോണ്, നമ്മൾ മുള്ളി വഴി ഊട്ടിക്കാട്ട് പോണ്. ഇത് മുള്ളിയല്ല. അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? കാണോ, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കുടുംബത്തിൻ്റെ സന്തതി, എൻ്റെ ആങ്ങൾക്ക്. പിന്നെ എന്തിനാ ഓരോരുത്തർ പറഞ്ഞിരുന്നു, കുട്ടാപ്പുണ്ട്, കുഞ്ഞുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാ. കുറേ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, പക്ഷേ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കായിരുന്നു. അപ്പോൾ വൈബ് കിട്ടി. ഇനി അമ്മക്ക് നിർത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രൈവിന് ശേഷം 10ാം വളവ് എത്തി. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. കാരണം കുറേ ഓടാണ് കേട്ടോ. ഒരു ഞാൻ വീട്ടിൽ നിന്ന് മാപ്പ് ഇട്ട് നോക്കുമ്പോൾ ഒരു 110ൻ്റെ ഒക്കെ അത്ര കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ബാക്കി. ഗൈസ്, നമ്മളങ്ങനെ താവളത്തെത്തി ഫുഡ് കഴിക്കാൻ കയറിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നടക്ക് എന്താ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഇവരുണ്ടോ, ഇവർ ഡ്രസ്സ് കോടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അവസാനം പൊറാട്ട കഴിക്കട്ടെ. ഞാൻ പൊറാട്ട ഓർഡർ ചെയ്തപ്പോണ്ട് ഇവരൊക്കെ പൊറാട്ട മതി പറഞ്ഞിട്ട് എല്ലാം പൊറാട്ട കഴിക്കുക. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഷോക്കാക്കി ലഞ്ച് സെറ്റാക്കാൻ കഴിച്ചു. കാരണം മുള്ളി വഴി എങ്ങനെയുണ്ട് നമുക്കറിയില്ല, പോയി നോക്കണം. അപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഇതൊന്നുമില്ല, ഇനി നമ്മൾ നേരെ പോവാം. ഗൈസ്, ഫുഡ് കഴിച്ച് ഇത് കണ്ടോ, ഇനി നമ്മൾ ലെഫ്റ്റ് ആട്ടോ പോകണ്ടേ. നമ്മൾ ഈ ലെഫ്റ്റ് കാണുന്ന വഴി കൂടെയാണ് 28 കിലോമീറ്റർ റണ്ണിങ് കാണിക്കണേ. പിന്നെ അവിടുന്ന് വേറെയും കുറച്ചുണ്ട് ഊട്ടിക്ക്. അപ്പം നമുക്ക് ബാക്കി റെഡിയാക്കാം. എന്നാ റോഡാണ് ഗൈസ് ഇത്, ചുമ്മാ സീന്. അങ്ങോട്ടൊരു വരി ഇങ്ങോട്ടൊരു വരി, അങ്ങനത്തെ മാത്രം. അങ്ങനെ കുണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിമനോഹരമായൊരു മരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രേക്ക് ചെയ്യാൻ ചൂട്ടി, ഞാൻ ചാടി ഇറങ്ങി. പിന്നെ തുടങ്ങിയ ഓരോ കോപ്രായകൾ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്, വിഷുവിന് ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ചിരുന്നു. അത് പോയി കണ്ടിട്ട് പോവാ. ന്റെ പിടിക്ക്. അങ്ങനെ
പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ കണിയൊക്കെ സെറ്റാക്കി. കണി സെറ്റാക്കിയത് പാപ്പൻ്റെ വീട്ടിലാട്ടോ. പിന്നെ ഒരു സദ്യക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? 7 മണിക്ക് കേട്ടോ. അത് വൻ കോമഡിയാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഞാനും അമ്മയച്ഛനും കുഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തേക്ക് തൊഴുതു. പിന്നെ വേഗം പരിപാടി പിന്നെയുള്ള തുടക്കിടുക. പിന്നെ ചട്ടപ്പട്ടപ്പെട്ടാണ് ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ ഓരോരുത്തർ വരുന്നു, പൈസ കൊടുക്കണു. ഇത് ഞാനും കുറേ പൈസ മേടിച്ചു കിട്ടോ. പക്ഷേ അത് പൈസയല്ല, കൈനീട്ടം എന്ന് പറയണമല്ലോ. ഞാനത് മേടിച്ച്, പക്ഷേ ആയി ഷൂട്ട് ചെയ്ത് നടക്കൂല, കാരണം ഫോണിൻ്റെ കയ്യിലല്ലേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. സദ്യ ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ചേട്ടാ? നാണോ പറ, സദ്യയെ കുറിച്ചിട്ട് പറ. കുഞ്ഞുട്ടാ? ആ കുഞ്ഞുട്ടൻ വേറെ പരിപാടിയിലാണ്. കുട്ടാപ്പുത അവിടെ വേറെ പരിപാടി, ഇതവിടെ വേറെ പരിപാടി. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വേണം. അതല്ലേലും ഇലയിൽ പായസം കുടിക്കുന്ന ടേസ്റ്റ് അത് വേറെ തന്നെ. അതത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ നേരെ ബാക്കി വീഡിയോ കണ്ടിട്ട് വരൂ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഏത് സ്ഥലം എന്നൊന്നും നമുക്കറിയില്ല. വലിയൊരു മരം കണ്ട് അപ്പോൾ അവിടെ നിർത്തി രണ്ട് സ്റ്റില്ലോ അല്ല പിക്കൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് എത്ര 64 കിലോമീറ്റർ ഉണ്ടോ അങ്ങോട്ടുണ്ട് കൂട്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ കാണുന്ന സ്പോട്ടുകളൊക്കെ നിർത്താം. പക്ഷേ സ്റ്റോറേജ് കുറവാണ് ഫോണിൽ. നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ നേരെ ബൈ ബൈ. നല്ല റോഡ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സുഖം. വേറെ ആരുമില്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ. നമുക്ക് നല്ല ഈ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ബൈക്കിലാണെന്നുണ്ടെങ്കിലും കാറിലാണെന്നുണ്ടെങ്കിലും. നേരത്തെ കട്ടായത് എന്താ വെച്ചാൽ പെട്ടെന്നൊരു കോള് വന്ന്. അപ്പം നമ്മളില്ലേ മുള്ളി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. കുട്ടാപ്പും താണ്ടനും പോകുന്നുണ്ട്. ഇവിടെ എന്തോ പാസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവർ പോയി വന്നിട്ട് കാണാം. വണ്ടി ഇപ്പം ഞാൻ കുറച്ച് വിട്ടിട്ട് സൈഡാക്കിയിട്ടേക്കാം. പാപ്പം വിളിച്ചു പറയാന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ? അവർ വരട്ടെ എന്തായാലും. ഗൈസ് ഇപ്പത്തെ ആകെ പെട്ടേനെ. അവര് വിട്ടിട്ടോ. കുറച്ച് റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് പൊക്കോന്ന് പറഞ്ഞിട്ടോ. റോഡ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. റോഡൊന്ന് എന്നിട്ട് ഞാൻ പറയാട്ടോ. ഓ ടാസ്ക് റോഡാണല്ലോ ഗൈസ്. ഓ വണ്ടിയൊക്കെ ഗൈസ്. ഇനി നെക്സ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അങ്ങനല്ലേ 2 ചെക്ക് പോസ്റ്റും കിടന്നുണ്ടോ ഇവിടെ. മറ്റേ കുറച്ച് പറയാനുള്ള ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ പോലെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഞങ്ങൾ 3 ആളെ ഇറങ്ങിപ്പോയിട്ടോ. ഇനി ഏതാണ് റൂട്ട്? ഞങ്ങൾ 3 ആളെ ഇറങ്ങിപ്പോയി. ആ സാറിനടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അതിൽ സാറ് കുഞ്ഞുട്ടീനെ കണ്ടിട്ടില്ല കേട്ടോ. അതിൽ ഓള് ബാക്കിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കണ പോലെ ഇരിക്കുക. അതിൽ എല്ലാം റെഡി ആയിട്ട് പിന്നെ അവര് പിന്നെ അതേതൊരു പെങ്കുച്ച ഞാൻ എന്താ പറഞ്ഞോളൂ. അതിൽ പറഞ്ഞ അനിയത്തി പറഞ്ഞു. അതിൽ എൻ്റെ അടുത്ത് ഓളെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിൽക്ക്, ഓളടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ട് ഓളടുത്ത് കേൾക്കും. എന്നിട്ട് ഓളടുത്തും പോയി ചോദിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. എന്താണ് എൻ്റെ അച്ഛൻ്റെ പേര് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ സിസ്റ്റേഴ്സ് അല്ല കസിൻസാണ്, എൻ്റെ സിസ്റ്ററാണ് അവളെ എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഇതാക്കുമ്പോഴേക്കാണ് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ കുറച്ച് കൈക്കൂലി എന്ന് പറയാം. കുറച്ച് കൊടുത്ത് ഞാൻ പിന്നെ ഭയങ്കര റിച്ച് അല്ലേ. അങ്ങനെ നമ്മള് യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാ കുട്ടികളും വയസ്സന്മാരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എത്ര വട്ടമായി അങ്ങോട്ട് പോവാന്ന് പറയുന്നത്, പക്ഷെ അവിടെ എത്തണില്ല. ഇനി ഇങ്ങനത്തെ കുറെ റോഡുകൾ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കണം. നല്ല വ്യൂ.
വാള് വെച്ചിക്ക ഒരു ഒരു ഇത് കിട്ടാൻ നിക്കുക. എന്താണ് ഇവിടെയൊക്കെ പറയണ്ട്? എന്താ അവസ്ഥ? ആ വെള്ളം കുടിച്ചിട്ട് ഞാൻ അങ്ങനെ കഥ പറഞ്ഞ് പോയി കേട്ടോ. അതിന്റെ ഇടയിലാണ് ഈ സംഭവം. ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സൗണ്ട് കേൾക്കണം. പക്ഷെ വെള്ളം കുടിയല്ല, നല്ല വാള് കേക്കലാ. പോവല്ലേ? ആ എന്താ കാട്ട്. ഇനി എന്താ തുറന്നിട്ടൊക്കെ എങ്ങട്ടാ? ആ വാള് കളയാൻ പോവാട്ടോ. എന്താണ് അവസ്ഥ? എന്തിനാ അവിടുന്ന് പൊറാട്ട ഇപ്പൊ തീരുമാനായി. പോവല്ലേ? അപ്പൊ ഫസ്റ്റത്തെ വാളായി. പിന്നെ ആരാ വാള് വെക്കാന്ന് അറിയില്ല. നമുക്ക് നോക്കാം ആരാ വാള് വെക്കണെന്ന്. ഫുള്ള് ഹെയർ പിന്നാട്ടോ ഈ റൂട്ട്. വളവ് ചുറ്റി ഞാനൊരു ബൈക്കായി. ഒരു കയ്യില് വീഡിയോ എടുക്കണം, മറ്റേ കൈ കൊണ്ട് വണ്ടി ഓട്ടണം. ഫുള്ള് കുണ്ടായി. എന്മാര് ടാസ്കാന്നറിയോ? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ റൂട്ട് പോണ്. എങ്ങനെ ഉണ്ടെന്ന് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിട്ട് ഈ റൂട്ട് വന്ന ഭയങ്കര കാണിച്ചിട്ടോ. വെള്ളച്ചാട്ടം എവിടെ? വെള്ളച്ചാട്ടം അല്ല, അത് വേറെ എന്തൊക്കെയാണ്. ഇതെന്താ ഗൈസ്? എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മക്കില്ലേ നമ്മളിങ്ങനെ പാട്ടാണെങ്കിൽ കിട്ടണില്ല. കാരണം സ്പോട്ടിൽ ഒന്നും വർക്കാണുള്ള നെറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരാളെ ഇപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടുമ്പോ ആരെങ്കിലൊക്കെ ഇട്ട് ഊക്കുമല്ലോ. ഞങ്ങളുടെ മെയിൻ ഊക്കൽ വാങ്ങണ ആളാരാന്നറിയോ? ഇത് ഈ ഒരു മഹത് വ്യക്തിയാണ്. ആളെങ്ങനെ ഇരുന്ന് ഊക്കന്നെ പരിപാടി. അപ്പൊ പിന്നെ സമയം പോണ അറിയില്ല. ഞങ്ങളിങ്ങനെ ഓരോ കഥയും പറഞ്ഞ് പോകട്ടെ. ഇതാണ് ആ സാധനം കേട്ടോ. ഇതെന്താണ് നമുക്ക്? എന്തായാലും നമ്മുടെ പരിപാടി എന്താ? നേരെ ഊട്ടിക്ക് പോയി. ഇനി കോമഡി എന്താണെന്നറിയോ? ഊട്ടിക്ക് നമ്മള് പോകുമ്പോ കറക്റ്റ് ഫുഡ് കഴിക്കാനുള്ള സമയമാവും തോന്നുന്നു. ഇപ്പൊ തന്നെ 10:30. അടുത്ത വള്ളിപ്പടെ ഒരു ചെക്ക് പോസ്റ്റ് ചെയ്ത. എന്താ ഇവിടുത്തെ അവസ്ഥ? ആരും കണ്ടോന്നുമില്ല. എന്താ പറയാ, നമ്മക്ക് ഇപ്പൊ ഞാൻ കൈ പിടിച്ച് പോണ ഇവര് കണ്ടിട്ട് ഇനി അടുത്ത് ഫൈൻ ഇട്ട് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇനി അടുത്തത് ഞങ്ങളിപ്പോ കൊടും ഒരു വളവിലാ. പക്ഷെ ഇവിടെ ഇങ്ങനെ ചൂടാണെന്നുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയാ തണുത്ത കാറ്റ്. കുട്ടപ്പൂ, അണക്ക് എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല സുഖമുണ്ട്. കുഞ്ഞിട്ടിക്ക് എന്താ പറയാനുള്ളത്? ഓൾക്കൊന്നും പറയല്ല, കാരണം വാള് വെച്ച് കുടുങ്ങി. താട്ടാ, എൻ്റെ അഭിപ്രായം പറയും ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട്. നൈസ്. എനിക്ക് പറയാനുള്ള എന്താ അറിയോ? ഞാൻ ഏതോ ഒരു വീഡിയോയിലും പറഞ്ഞുകൊണ്ടു ഭയങ്കര കാമാണ്, ക്വേറ്റൊക്കെയാണ്. പക്ഷെ നല്ല രീതിക്ക് വെയിലുണ്ട്. പക്ഷെ ആ വെയിലൊന്നും ഒരു സീനും ഇല്ല. ഭയങ്കര തണുപ്പ്. അതവര് എന്തൊക്കെയാ പറയുന്നത്, നമ്മളിനി ജസ്റ്റ് എന്താ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിൽ കാണാം. ഊട്ടി എത്തുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വേറൊരു സ്പോട്ടിലെത്തി. ഇപ്പോൾ വേറൊരു സ്പോട്ടിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുക. നല്ല AC-യിലെ തണുപ്പാണ് ഇവിടെ. അല്ല കുട്ടാപ്പൂ, എന്ത് കുട്ടാപ്പൂ മിണ്ടാണ്ടിരിക്കണം? പറ കുട്ടാപ്പൂ. എൻ്റെ ആരാധകര് ഓൻ പറയണ കഥ കേട്ടോ. ചൂടൊന്നും അനക്ക് ചൂടും? ആ അതന്നെ, മുഖം നല്ല ചൂടുണ്ടോ? പറഞ്ഞ ചൂടുണ്ട്. പക്ഷെ AC ഇരിക്കണ പോലെ കാറ്റില്ല. കാറ്റ് ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് മേലോട്ട് ഇങ്ങനെ അടിക്കുക, കണ്ടോ? നല്ല രസമാണ്. ഇനി എന്തായാലും ഞാൻ ഊട്ടിയിലെത്തിയിട്ട് എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അതിന് മുന്നേ നല്ല സ്ഥലം കാണുമ്പോൾ എടുത്തു പോണതാ. അപ്പൊ നമുക്ക് ഇനി നേരെ ഊട്ടി.